വായന പക്ഷാചരണത്തിൻ്റെ ഭാഗമായി നമ്മുടെ കേരളത്തിലെ പ്രശസ്തനായ ഒരു സാഹിത്യകാരനായ പി കേശവദേവിനെ കുറിച്ചൊരു ചെറിയ പ്രഭാഷണം നടത്തുകയാണ് ഉദ്ദേശം. കേശവദേവ് 1904 വടക്കൻ പറവൂരിനടുത്തുള്ള കെടാമംഗലത്ത് ജനിച്ചു. യഥാർത്ഥ നാമം കേശവപിള്ള എന്നായിരുന്നു. എന്നാൽ ആര്യസമാജത്തിൽ ചേർന്നതിന് ശേഷം കേശവദേവ് എന്ന പേര് അദ്ദേഹം സ്വീകരിച്ചു. ബാല്യം കഷ്ടപ്പാട് നിറഞ്ഞതായിരുന്നു. പകൽ മുഴുവൻ പട്ടിണി, രാത്രിയിൽ കൊഴുത്ത ചാക്കരിക്കഞ്ഞിയും ചേമ്പിൻ താൾ കറി, വിശപ്പടങ്ങാത്ത ബാല്യമായിരുന്നു. അസമത്വം നിറഞ്ഞ സമൂഹത്തോടുള്ള അമർഷവും പ്രതികാരവും ദേവിനെ എത്തിച്ചത് നിസ്വരുടെയും നിന്ദിതരുടെയും പക്ഷത്ത് ജാതിവിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ ആകൃഷ്ടനായി. ജാതി വേണ്ട, മതം വേണ്ട, ദൈവം വേണ്ട, മനുഷ്യന് എന്ന സഹോദരനയ്യപ്പൻ ശ്രീനാരായണ മന്ത്രമുദ്രാവാക്യം പ്രകോപനപരമായി തിരുത്തി വിളിച്ചപ്പോൾ കേശവൻ സഹോദരപക്ഷത്തേർന്നു. നിരീശ്വരവാദിയും യുക്തിവാദിയും ആയി. പേരിൻ്റെ പിന്നിൽ തൂങ്ങിക്കിടന്ന പിള്ള എന്ന ജാതി പേര് പൊട്ടിച്ചേർന്നു. ചോമ്മാരെയും പെലേരെയും പറയരെയും തൊട്ട് തിന്ന് നടന്നതിന് വീട്ടിൽ നിന്നും ശകാരവും പുറത്താക്കൽ. സാഹിത്യത്തിലെ പറയൻ ആണ് താനെന്ന് സ്വയം വിശേഷിപ്പിച്ച കേശവദേവ് ജീർണവിശ്വാസങ്ങളെ ചാരമാക്കാൻ ഒരിക്കൽ രാമായണം പരസ്യമായി കത്തിച്ചു. കേരളത്തിലെ ആദ്യ കമ്മ്യൂണിസ്റ്റുകാരിൽ ഒരാൾ, ട്രേഡ് യൂണിയൻ നേതാവ്, പ്രവർത്തകൻ, സംഘാടകൻ, തകഴി ദേവ് പൊറ്റക്കാട്, ബഷീർ, ഉറൂബ്, പൊൻകുന്നം വർക്കി തുടങ്ങിയ നവോത്ഥാന കഥാകാരന്മാരിൽ പ്രമുഖൻ. റിക്ഷാത്തൊഴിലാളിയും തോട്ടിയും കയറ് വിരിക്കുന്നവനും കർഷക തൊഴിലാളിയും നായകസ്ഥാനത്ത് കയറി വന്നാൽ ആകാശം ഇടിഞ്ഞു വീടില്ലെന്ന് മാലോവർ അറിഞ്ഞു. 1974-77 കാലത്ത് കേരള സാഹിത്യ അക്കാദമി പ്രസിഡൻ്റായിരുന്നു. ഓടയിൽ നിന്ന് പ്രീ ഡിഗ്രി പാഠപുസ്തകമാക്കി. 1983 ജൂലൈ 1 അദ്ദേഹം ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. അദ്ദേഹത്തെ കേരളത്തിലെ അറിയപ്പെടുന്ന സാഹിത്യകാരനാക്കി മാറ്റുന്നതിനുള്ള പ്രഥമ സന്ദർഭം ഓടയിൽ നിന്ന് എന്ന നോവൽ തന്നെയായിരുന്നു. ആ നോവലാണ് കേരളത്തിലെ മലയാളികൾക്കിടയിൽ അദ്ദേഹത്തെ പ്രശസ്തനാക്കിയതും എഴുത്തുകാരനാക്കിയതും. ജന്മിത്വത്തോടുള്ള പ്രതികാരം ദേവിനെ നിഷേധിയാക്കി. പാട്ടവ്യവസ്ഥ നിലനിന്നിരുന്ന ജന്മിത്വത്തിൻ്റെ ആ കാലത്ത് കേശവദേവിൻ്റെ അച്ഛനും അമ്മയും ഒരു ജന്മിയിൽ നിന്ന് കുറച്ച് ഭൂമി പാട്ടത്തിന് വാങ്ങി. ആ പാട്ടവ്യവസ്ഥ പ്രകാരം ആ ജന്മി പറയുന്നത് മാത്രമേ ആ കുടുംബത്തിലുള്ളവർക്ക് പ്രവർത്തിക്കാൻ കഴിയൂ. കേശവദേവ് എന്ന് പറയുന്ന ഈ ബാലൻ തൻ്റെ വീട്ടിൽ നിരന്തരം അസഹനീയമായിട്ടുള്ള ശല്യങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നു. ആ ശല്യം ഒഴിവാക്കുന്നതിന് വേണ്ടി അവർ അച്ഛനും അമ്മയും ഇവനെ സ്കൂളിൽ വിടാൻ തീരുമാനിച്ചു. പക്ഷെ സ്കൂളിൽ വിടണമെങ്കിൽ ജന്മിയുടെ അനുവാദം വേണം. അങ്ങനെ അവർ ജന്മിയോട് പോയി ചോദിച്ചു, ഞങ്ങളുടെ മകനെ സ്കൂളിൽ വിട്ടോട്ടെ എന്ന് ചോദിച്ചു. ജന്മി പറഞ്ഞു, നിങ്ങളുടെ മകനെ സ്കൂളിൽ വിട്ടോളാൻ പറഞ്ഞു. എന്നാൽ സ്കൂളിൽ ചെന്ന അവൻ അവിടെയും നീതിക്ക് വേണ്ടി അധ്യാപകർ നടത്തിക്കൊണ്ടിരിക്കുന്ന പല അനീതികളെയും ചോദ്യം ചെയ്യുകയും ആ സ്കൂളിൽ നിന്ന് സ്വയം പുറത്താക്കപ്പെടുകയും ചെയ്തു. ഈ വിവരം ജന്മി അറിയുകയും ജന്മി മാതാപിതാക്കളെ വിളിച്ചിട്ട് പറഞ്ഞു, ഇവനെ വീട്ടിൽ നിന്നും പുറത്താക്കണം. അങ്ങനെ മാതാപിതാക്കൾക്ക് അത് അനുസരിക്കാൻ നിവൃത്തിയില്ലാതെ വരികയും അവർ ഈ ബാലനെ വീട്ടിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. പിന്നീട് അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മുഴുവൻ വികാരങ്ങളും ജന്മിത്വത്തിനെതിരായിട്ടുള്ള, അനീതിക്കെതിരായിട്ടുള്ള വികാരമായിരുന്നു. അവൻ ആ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളെ, നിസ്വരും പാർശ്വവൽക്കരിക്കപ്പെട്ടവരും ആയിട്ടുള്ള ജനങ്ങളുടെ മുഴുവൻ പക്ഷത്ത് ചേരുകയും അവർക്ക് വേണ്ടി പല കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. പൊതുവിൽ അവൻ ആ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു കലാപകാരിയായി മാറി. ആ ജീവിതാവസ്ഥയിൽ നിന്ന് ജീവിക്കാൻ വേണ്ടി
പല വഴികളും അവൻ തേടി. റെയിൽവേ സ്റ്റേഷനിലെ ചുമട്ടുകാരനായി മാറി, വീട് തീർപ്പുകാരനായി മാറി, തെയ്യക്കാരനായി മാറി, അങ്ങനെ പല വേഷങ്ങളും അവൻ കിട്ടി. പക്ഷെ അതുകൊണ്ടൊന്നും അവിടെയെല്ലാം നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിൽ അവൻ പുറത്താക്കപ്പെടുകയായിരുന്നു. അങ്ങനെ പുറത്താക്കപ്പെട്ടതിന് ശേഷം അവൻ ഒരു കൈവണ്ടി വാടകയ്ക്കെടുത്ത് വണ്ടി വലിച്ചു കൊണ്ടുപോയി ആളുകളെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നാടിൻ്റെ പല ഭാഗത്തേക്ക് കൊണ്ടുപോകുന്ന വണ്ടി വലിക്കാരനായി മാറി. സാക്ഷാൽ ആ വണ്ടി വലിക്കുന്ന ആള് പപ്പു എന്നാണ് അയാളുടെ പേര്. എന്നാൽ ആ പപ്പു എന്ന് പറയുന്ന കഥാപാത്രം ദേവ് തന്നെയായിരുന്നു. ദേവിൻ്റെ ജീവിതത്തിലെ ഒരവസ്ഥയും അത് തന്നെയായിരുന്നു. അങ്ങനെ വണ്ടി വലിക്കാരനായി മറ്റു വണ്ടിക്കാരുടെ മുന്നിൽ അവർക്കാർക്കും വർക്ക് കിട്ടാത്ത രൂപത്തിൽ ഏറ്റവും വേഗതയിൽ, മിന്നുന്ന വേഗതയിൽ ഓടി വണ്ടി വലിച്ചുകൊണ്ട് പോകുന്നൊരു വണ്ടി വലിക്കാരനായിരുന്നു പപ്പു എന്ന് പറഞ്ഞ ഓടയിൽ നിന്ന് എന്ന നോവലിലെ കഥാപാത്രമായിരുന്ന പപ്പു. അങ്ങനെ പപ്പു വളരെ വേഗത്തിൽ ഈ വണ്ടി വലിച്ചുകൊണ്ട് പോവുകയും ആളുകളെ സേവിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരിക്കൽ റോഡരികിൽ വെച്ച് ഒരു വണ്ടി പുറകോട്ടെടുത്ത് കഴിഞ്ഞപ്പോൾ ഒരു ശബ്ദം കേട്ടു. ഒരു പെൺകുട്ടി കരയുന്ന ശബ്ദം കേട്ടു. അയാൾ തിരിഞ്ഞു നോക്കിയപ്പോൾ ജീവിതത്തിൽ ആദ്യമായി അയാൾ വണ്ടി ഓടിക്കാൻ തുടങ്ങിയിട്ട്, വണ്ടി വലിക്കാൻ തുടങ്ങിയിട്ട് ആദ്യത്തെ അപകടമാണ്. ഒരു പെൺകുട്ടി കാണയിൽ വീണ് കിടക്കുന്നുണ്ട്. ആ പെൺകുട്ടി കരയുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിൽ ഒരു വട്ടിയുണ്ട്. ആ വട്ടി പിടിച്ചുകൊണ്ട് ആ പെൺകുട്ടി കരയുകയാണ്. കരഞ്ഞുകൊണ്ട് ആ പെൺകുട്ടി പറഞ്ഞു, ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ അമ്മ എന്നെ വഴക്കുറയും. അപ്പോൾ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആ വട്ടിക്കുള്ളിൽ 4 അരി ഉണ്ടായിരുന്നു. ആ അരി ഈ ഓടയിൽ വീണുപോയി. ഇനി ഞാൻ വീട്ടിൽ ചെന്ന് എന്ത് സമാധാനം പറയും? 2 ദിവസമായി വീട്ടിൽ കഞ്ഞി വെച്ചിട്ട്, അതുകൊണ്ട് ഈ അരിയില്ലാതെ എനിക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അപ്പം നിമിഷ നേരം കൊണ്ട് തന്നെ പപ്പു ഈ വണ്ടി വലിക്കാരൻ ആ പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലുകയും ആ പെൺകുട്ടിയെ സമാധാനിപ്പിക്കുകയും ആ പെൺകുട്ടിക്ക് ആശ്വാസവാക്കുകൾ പറഞ്ഞു കൊടുക്കുകയും, അത് സാരമില്ല, ഇപ്പം തന്നെ വാ, അരി മേടിച്ചു തരാം എന്ന് പറഞ്ഞ് തൊട്ടടുത്ത കടയിൽ ചെന്ന് അരി വാങ്ങിക്കൊടുക്കുകയും ഏതാണ്ട് ഇടങ്ങഴി അരിയോ മറ്റോ മേടിച്ചു കൊടുത്തു. മുളകും മറ്റ് സാധനങ്ങളും എല്ലാം ഈ പെൺകുട്ടിക്ക് മേടിച്ചു കൊടുത്ത് ആ പെൺകുട്ടിയെ കുറച്ച് ദൂരം കൊണ്ടുവന്ന് യാത്രയാക്കി. അപ്പോൾ എവിടെയാണ് നിൻ്റെ വീട് എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഇവിടെ അടുത്താണ് എൻ്റെ വീടെന്ന് ആ പെൺകുട്ടി പറഞ്ഞു. നിൻ്റെ പേരെന്താ? അപ്പോൾ ആ പെൺകുട്ടി പറഞ്ഞു, എൻ്റെ പേര് ലക്ഷ്മി എന്നാണ്. അങ്ങനെ ലക്ഷ്മിയെ വീടിൻ്റെ അടുത്ത് വരെ കൊണ്ടാക്കിയിട്ട് ലക്ഷ്മിയോട് ചോദിച്ചു, നിൻ്റെ അച്ഛൻ? എൻ്റെ അച്ഛൻ മരിച്ചുപോയി, അമ്മ മാത്രമേ ഉള്ളൂ, ഞാനും അമ്മയും മാത്രമാണ് വീട്ടിൽ ജീവിക്കുന്നത് എന്ന് പറഞ്ഞു. അപ്പോൾ പപ്പു ആ പെൺകുട്ടിയോട് ചോദിച്ചു, നീ നാളെ ഈ സ്റ്റാൻഡിൽ വരുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ പെൺകുട്ടി വളരെ പ്രതീക്ഷയോടെ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. പക്ഷെ അടുത്ത ദിവസങ്ങളിലൊക്കെ ആ പെൺകുട്ടി അവിടെ വന്നിരുന്നെങ്കിലും പപ്പുവിനെ കാണാൻ പറ്റില്ല. കാരണം പപ്പു വേറെ ഓട്ടം പോയിരിക്കുക. അതുകൊണ്ട് ഈ പറയുന്ന സമയത്ത്, ഈ പെൺകുട്ടി വരുന്ന സമയത്ത് പപ്പുവിനെ ആ പെൺകുട്ടിയെ കാണാൻ കഴിഞ്ഞില്ല. അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം പപ്പു അവിടെ വന്ന് അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ മറ്റാളുകൾ പറഞ്ഞു, ആ പെൺകുട്ടി 2-3 ദിവസം ഇവിടെ നിങ്ങളെ അന്വേഷിച്ചിട്ട് പോയി എന്ന് പറഞ്ഞു. അങ്ങനെ പപ്പു ആ പെൺകുട്ടിയെ കാണുകയും ആ പെൺകുട്ടിയോടൊപ്പം വീട്ടിലെത്തുകയും ആ പെൺകുട്ടിയുടെ അമ്മയെ പരിചയപ്പെടുകയും, കല്യാണി എന്നാണ് അമ്മയുടെ പേര്, ഈ കുട്ടിയുടെ പേര് ലക്ഷ്മി എന്നാണ്, അവരെ പരിചയപ്പെടുകയും ആ കുടുംബത്തിലെ ഒരംഗമായി തീരുകയും ചെയ്തു. ഇതിനിടയിൽ വളരെ വിശാലമായിട്ടുള്ള നിരവധി ജന്മിത്വത്തിനെതിരായിട്ടുള്ള പക്ഷപാതിത്വങ്ങൾക്കും ഒക്കെ എതിരായിട്ടുള്ള നിരവധി പോരാട്ടങ്ങൾ, നിരവധി സമരങ്ങൾ തന്നെ ഈ പപ്പു കേശവദേവ് നടത്തിയിട്ടുണ്ട്. എന്നാൽ ഇവിടെ വെച്ച് ഈ പപ്പു എന്ന് പറഞ്ഞ കഥാപാത്രം ഈ പെൺകുട്ടിയെ എടുത്തു വളർത്താൻ പപ്പു തീരുമാനിക്കുന്നു. തുടർന്ന് ആ പെൺകുട്ടിയെ സ്കൂളിൽ വിടുകയും ആ സ്കൂളിൽ പഠിക്കാൻ ആവശ്യമായിട്ടുള്ള പഠന സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുകയും ആ കുട്ടിക്ക് ഫീസ് കൊടുക്കുകയും ആ ആവശ്യമായ ഭക്ഷണവും മറ്റെല്ലാ വസ്ത്രവും എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഒരു പിതാവിൻ്റെ സംരക്ഷണം ആ പെൺകുട്ടിക്ക് കൊടുത്തുകൊണ്ട് ആ കുടുംബത്തെ നയിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് പപ്പു എത്തിച്ചേരുകയാണ്. നിരന്തരം പപ്പുവിൻ്റെ കഠിനാധ്വാനം ഈ പെൺകുട്ടിയെ ഒരു ലക്ഷ്യസ്ഥാനത്ത് സമൂഹത്തിലെ നല്ല നിലവാരത്തിൽ എത്തിക്കണം എന്നാഗ്രഹിച്ചുകൊണ്ടാണ് പപ്പു തൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നടത്തിയത്. പക്ഷേ ആ പെൺകുട്ടി വളർന്നു വലുതായി ഒരു ഹൈസ്കൂളിൽ പഠിക്കുന്ന പ്രായത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ഒരു ദിവസം പപ്പു ആ സ്കൂളിൻ്റെ ഗേറ്റിനോട് ചേർന്ന് അവിടെ നിൽക്കുമ്പോൾ ആ സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടി, ഒരു മജിസ്ട്രേറ്റിൻ്റെ മകളാണ് നളിനി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയുടെ തോളിൽ കൈയിട്ടുകൊണ്ട് തൻ്റെ പുത്രിയായ
ലക്ഷ്മി നടന്നു വരുന്നത് അയാൾ കാണാനിടയായി. പക്ഷേ അത് ആ പെൺകുട്ടിയെ സംബന്ധിച്ച് ഇത് വളരെ നാണക്കേടിൻ്റെ ഒരു വിഷയമായി മാറി. കാരണം തൻ്റെ അച്ഛൻ ഒരു ഓട്ടോറിക്ഷക്കാരനാണ്, ഇല്ലേ ഒരു സൈക്കിൾ റിക്ഷക്കാരനാണ് എന്ന് മറ്റുള്ളവർ അറിയുന്നതിലുള്ള ഒരു ലളിതമായ ഒരു അപമാനം ആ കുട്ടിയെ ബാധിച്ചിരുന്നു. അത് കുറേ സന്ദർഭങ്ങളിൽ ആ പെൺകുട്ടിയിൽ നിന്ന് ഈ പാഠം ആ പപ്പുവിന് പഠിക്കേണ്ടി വന്നു. എന്നാൽ ആ പെൺകുട്ടി പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തീകരിച്ച് പുറത്തിറങ്ങുമ്പോൾ ആ കുട്ടിക്ക് തന്നെ ആ കുട്ടിയുടെ തെറ്റ് തിരുത്താൻ കഴിഞ്ഞു. കാരണം എൻ്റെ അച്ഛൻ ഓട്ടോറിക്ഷക്കാരനാണെങ്കിലും ആയതുകൊണ്ടാണ് എനിക്ക് ഈ നിലയിൽ എത്താൻ കഴിഞ്ഞത് എന്ന് ആ പെൺകുട്ടിയെ ബോധവൽക്കരിച്ച മറ്റൊരു വ്യക്തി ഉണ്ടായിരുന്നു. ഒരു ചെറുപ്പക്കാരൻ, ധനികനായ വിദ്യാസമ്പന്നനായ ഒരു ചെറുപ്പക്കാരനുമായി ആ പെൺകുട്ടിക്ക് കടുത്ത മാനസിക അടുപ്പമുണ്ടായിരുന്നു. ആ ചെറുപ്പക്കാരൻ ഈ പെൺകുട്ടിയോട് പറഞ്ഞത്, നിന്നെ ഈ നിലയിൽ എത്തിയത് ആ സൈക്കിൾ റിക്ഷക്കാരനാണ്, അതുകൊണ്ട് ആ മനുഷ്യനാണ് നിൻ്റെ പിതാവ്, ആ മനുഷ്യനോട് ഒരിക്കലും ഒരു മോശത്തരവും നിൻ്റെ ഭാഗത്ത് ഉണ്ടാകരുത് എന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു കൊടുക്കുകയും അവസാനം ആ ചെറുപ്പക്കാരനെ വിവാഹം ചെയ്ത് ആ കഥ അവസാനിക്കുകയും ചെയ്യുകയാണ്. ആ വിവാഹം ചെയ്ത അന്ന് ആ വിവാഹ പന്തലിലേക്ക് പപ്പു പോയില്ല. കാരണം പപ്പു ചുമച്ച് ഒരു ക്ഷയരോഗിയായി മാറുകയും ഏറ്റവും അവസാന കാലങ്ങളിൽ പപ്പുവിന് ഈ വിദ്യാർത്ഥിനിക്ക് ലക്ഷ്മിക്ക് ഫീസ് കൊടുക്കാൻ കാശില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ തൻ്റെ കൈവണ്ടി വിറ്റ് കാശ് കൊണ്ടുവന്ന് ലക്ഷ്മിയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്തു. പിന്നീട് ജീവിക്കാൻ മറ്റു വഴിയൊന്നുമില്ലാതെ ഇരുന്ന ആ പപ്പു ചുമച്ച് ആ റോഡിലൂടെ രാത്രി നടന്നു പോകുന്നത് ഒരു ആദ്യ രാത്രിയുടെ മധുരം നുകരുന്ന മകളും മരുമകനും അങ്ങ് രണ്ടാം നിലയിൽ നിന്നുകൊണ്ട് നോക്കിക്കാണുമ്പോൾ അങ്ങകലെ ക്ഷയരോഗിയായ പപ്പു ചുമച്ച് അനന്തതയിലേക്ക് മറഞ്ഞു പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്കത് കാണാൻ കഴിയുന്നത്. മറ്റൊന്ന് എന്ന് പറയുന്നത് ഭ്രാന്താലയമാണ്. ഭ്രാന്താലയം എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ നോവലിനെ സംബന്ധിച്ച് ദീർഘമായ ഒരു പ്രഭാഷണത്തിന് ഒരുങ്ങുന്നില്ല. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഹിന്ദു മുസ്ലിം കലാപത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഈ ഭ്രാന്താലയം എന്ന നോവൽ രചിക്കപ്പെടുന്നത്. അതിസങ്കീർണമായ ഒരു കാലഘട്ടത്തിലൂടെ ജനം കടന്നു പോകുമ്പോൾ ആ ജനജീവിതത്തെ ആവിഷ്കരിക്കുകയാണ് ഭ്രാന്താലയത്തിലൂടെ അദ്ദേഹം ചെയ്തിട്ടുള്ളത്. കൊടിയ മതഭ്രാന്തിൻ്റെയും കലുഷാന്തരീക്ഷത്തിൽ എങ്ങോ മറഞ്ഞുപോയ മനുഷ്യത്വത്തെ കണ്ടെത്താൻ ശ്രമിക്കുകയാണ് ഈ നോവലിലൂടെ, ഈ ഭ്രാന്താലയം എന്ന നോവലിലൂടെ. അദ്ദേഹത്തിൻ്റെ നിരവധിയായിട്ടുള്ള നോവലുകളും കഥകളും നാടകങ്ങളും ഒക്കെ ഉണ്ട്. അതെല്ലാം എന്നും മലയാള ഭാഷയുടെ ചരിത്രത്തിൽ, കേരളത്തിൻ്റെ ചരിത്രത്തിൽ, സാംസ്കാരിക ചരിത്രത്തിൽ ഒരിക്കലും പി കേശവദേവ് വിസ്മൃതിയിൽ ആവുകയില്ല. കേരളത്തിലെ ജനങ്ങൾ എക്കാലം അദ്ദേഹത്തെ സ്മരിക്കും. ഈ വായനാപക്ഷാചരണത്തിൻ്റെ ഭാഗമായി ഇതിവിടെ അവതരിപ്പിക്കാൻ അവസരം തന്ന ലൈബ്രറിയുടെ ഭാരവാഹികൾക്ക് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് ഞാൻ അവസാനിപ്പിക്കും. നന്ദി.